ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ മറുപടിയാണ് പഹൽഗാമിൽ വീണ ചോരയ്ക്ക്. ഭീകരത കയറ്റി അയക്കുന്ന രാജ്യമെന്ന പേരിൽ പാകിസ്ഥാനെ തളയ്ക്കാൻ ഇന്ത്യൻ സൈന്യം കൃത്യതയോടെ ക്ലിനിക്കൽ പ്രിസിഷനോടെ നടത്തിയ സർജറി. ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് അതിന്റെ ആക്രമണത്തിന്റെ മുമ്പും ശേഷവുമുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ഇന്ത്യൻ സൈന്യം. തെറ്റിദ്ധാരണ പരത്താൻ പാകിസ്ഥാന് അവസരം നൽകാതെ ഞങ്ങൾ സിവിലിയൻസിനെയല്ല ഭീകരരെയും ഭീകര കേന്ദ്രങ്ങളെയും മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാക്കി തെളിവ് നിരത്തി 2 കരുത്തരായ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചു. ആക്രമണത്തിൽ തകർന്ന ഭീകര ക്യാമ്പുകളുടെ അടക്കം ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പാകിസ്ഥാന്റെ കള്ളപ്രചാരണങ്ങൾക്ക് ഇനി അവസരം കൊടുക്കരുതെന്ന് വ്യക്തമാക്കിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കരസേനയുടെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയുടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആക്രമണത്തിൽ തകർന്ന ഭീകര ക്യാമ്പുകളുടെ അടക്കം ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് ഇന്ത്യ തങ്ങൾ ആക്രമിച്ചത് ഭീകര ക്യാമ്പുകൾ മാത്രമാണെന്ന് വ്യക്തമാക്കിയത്. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് സോഫിയ ഖുറേഷിയും വ്യോമസേനയുടെ വ്യോമിക സിംഗും വിശദീകരിക്കുന്നുണ്ട്. കൊളാറ്ററൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ വരെ തിരഞ്ഞെടുത്തത്. പൊതുജനത്തിന് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഭീകരരുടെ താവളങ്ങളായ കെട്ടിടങ്ങൾ മാത്രം ലക്ഷ്യമിട്ടത്. അതീവ സൂക്ഷ്മതയോടെയായിരുന്നു ആക്രമണമെന്നും ഒരു സർജറി നടത്തുന്നത്ര ക്ലിനിക്കൽ പ്രിസിഷനോടെയാണ് സൈന്യം ആക്രമണം നടത്തിയതെന്നും ദൃശ്യങ്ങൾ കാണിച്ച് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യക്തമാക്കി. ആക്രമണത്തിന് മുമ്പ് ആക്രമണ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളും ശേഷമുള്ള ദൃശ്യങ്ങളും തെളിവായി നിരത്തി. 1 മണിക്കും 2 മണിക്കും ഇടയിലെ 25 മിനിറ്റുകൾ കൊണ്ടാണ് ഇന്ത്യ 9 ഭീകര കേന്ദ്രങ്ങൾ അർദ്ധരാത്രിയിൽ തകർത്തത്. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 21 ഭീകര ക്യാമ്പുകൾ അടയാളപ്പെടുത്തിയതിൽ 9 ഇടത്താണ് സൈന്യം ആക്രമണം നടത്തിയത്. വടക്ക് സേവായ് നാല മുതൽ തെക്ക് ഭവൽപൂർ വരെയാണ് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ സൈന്യം അടയാളപ്പെടുത്തിയത്. പാകിസ്ഥാനുള്ളിലെ 4 ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. മറ്റ് 5 കേന്ദ്രങ്ങൾ പാക് അധീന കാശ്മീരിലാണ്. പാകിസ്ഥാനുള്ളിലെ ആ 4 ഇടങ്ങൾ ഇവയാണ്. 1 സർജാൽ ക്യാമ്പ്, സിയാൽകോട്ട്, പാകിസ്ഥാൻ. രാജ്യാന്തര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കും സമീപം നടക്കുന്ന നുഴഞ്ഞുകയറ്റങ്ങൾക്ക് പിന്നിൽ സർജാൽ ക്യാമ്പിന് വലിയ പങ്കുണ്ടെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ. സർജാൽ ക്യാമ്പ് ജെയ്ഷെ ഭീകരരുടെ നിയന്ത്രണത്തിലാണ്. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഇവിടെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. 2 മെഹ്മൂന ജോയ ക്യാമ്പ്, സിയാൽകോട്ട്. ഹിസ്ബുൾ മുജാഹിദിന്റെ ക്യാമ്പാണിത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഹിസ്ബുൾ മുജാഹിദിന്റെ പ്രധാന ക്യാമ്പ്. പാക് ചാര സംഘടനയായ ISIയുടെ നേതൃത്വത്തിലാണ് മെഹ്മൂന ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. പത്താൻകോട്ട് ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രവും നിർദ്ദേശങ്ങളും ഇവിടെ നിന്നായിരുന്നു. കാശ്മീരിൽ സജീവമായ ഭീകര സംഘടനയാണ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ. 3ാമത്തേത് മർക്കസ് തൈബ മുരിദ്കെ ക്യാമ്പാണ്. ലഷ്കർ-ഇ തോയ്ബയുടെ പരിശീലന ഗ്രൗണ്ടാണിത്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെ പ്രത്യയശാസ്ത്രപരവും പ്രവർത്തനപരവുമായ കേന്ദ്രമായാണ് മർക്കസ് തൈബ വ്യാപകമായി കണക്കാക്കപ്പെടുന്നത്. 2000-ൽ ഒസമ ബിൻ ലാദൻ ഫണ്ട് നൽകി സ്ഥാപിച്ച കേന്ദ്രം ഹഫീസ് സയ്യിദ് ഭീകര കേന്ദ്രമാക്കി വളർത്തി. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിലെ ഭീകരരുടെയും പരിശീലന കളരി ഇതായിരുന്നുവെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിടവേ പറഞ്ഞു. അജ്മൽ കസബും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും എല്ലാം ഇവിടെ നിന്നാണ് പരിശീലനം നേടിയത്. 4ാമത്തേത് മർക്കസ് സുബാലുള്ള ബഹവൽപൂർ ക്യാമ്പ്. പാക് പഞ്ചാബിലെ ബഹവൽപൂരിലുള്ള 15 ഏക്കർ വിസ്തൃതിയുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രം. ഈ ജെയ്ഷെ മുഹമ്മദ് കോമ്പൗണ്ട് സംഘടനയുടെ പ്രവർത്തന ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനും ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച മൗലാന മസൂദ് അസർ 2024 നവംബറിൽ ഇവിടെ റിക്രൂട്ട് ചെയ്തവരെ അഭിസംബോധന ചെയ്തിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇനി പാക് അധീന കാശ്മീരിലെ സൈന്യം ലക്ഷ്യമിട്ട് തകർത്ത 5 കേന്ദ്രങ്ങൾ ഇവയാണ്. സവായ് നാല ക്യാമ്പ്, മുസാഫറാബാദ്. ലഷ്കർ-ഇ തോയ്ബയുടെ പരിശീലന കേന്ദ്രം. വടക്കൻ കശ്മീരിലെ പ്രത്യേകിച്ച് സോൻമാർഗ്, ഗുൽമാർഗ്, പഹൽഗാം എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിൽ സവായ് ഭീകര പരിശീലന ക്യാമ്പിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ ഭീകരരുടെയും പരിശീലന കേന്ദ്രം ഇവിടെയാണ്. 6ാമത്തേത് സെയ്ദ് നബിലാൽ ക്യാമ്പ്, മുസാഫറാബാദ്. ജെയ്ഷെ മുഹമ്മദിന്റെ ആയുധശേഖര ക്യാമ്പുകളിൽ ഒന്നാണിത്. 7 ഗുൽപൂർ ക്യാമ്പ്, കോട്ട്ലെ. പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രം. ലഷ്കർ-ഇ തോയ്ബയുടെ കേന്ദ്രം കൂടിയാണിത്. രജൌരിയിലും പുഞ്ചിലും സക്രിയമായ സംഘം ആക്രമണങ്ങൾ നടത്തുന്നു. ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി തകർത്ത 8ാമത്തെ ക്യാമ്പ് ബർണാല ക്യാമ്പാണ്. ബിംബറിലാണിത്. ലഷ്കർ-ഇ തായ്ബ അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിന് ഭീകരർക്ക് പരിശീലനം നൽകുന്ന ഇടമാണിത്. പുഞ്ചിലെയും രജൌരിലെയും ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രം കൂടിയാണിത്. 150 ഏക്കറിൽ വിശാലമായ പരിശീലന കേന്ദ്രമാണിത്. 9ാമത് കോഡ്ലി അബ്ബാസ് ക്യാമ്പ്, ബോംബർ പരിശീലന കേന്ദ്രമാണിത്. ജെയ്ഷെ ഭീകരവാദികൾക്ക് ചാവേർ ബോംബാക്രമണത്തിന് പരിശീലനം നൽകുന്ന കേന്ദ്രമാണ് പാക് അധീന കാശ്മീരിലെ കോട്ലയിലെ അബ്ബാസ് ക്യാമ്പ്. ഈ കേന്ദ്രത്തിൽ ഒരേ സമയം 15-ലധികം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ ഭീകരരുടെ ആഗോള താവളമാണെന്ന് വ്യക്തമാക്കിയാണ് സൈനിക നടപടിയെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഒപ്പം പാകിസ്ഥാൻ അന്താരാഷ്ട്ര സംഘടനകളെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് നടിക്കുന്നതിനെയും പൊളിച്ചു കാണിക്കാനാണ് 9 ഭീകര കേന്ദ്രങ്ങളുടെയും ആക്രമണത്തിന് മുമ്പും പിമ്പുമുള്ള ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടത്. ഒപ്പം സിവിലിയൻസിനെ തങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കാനും ഇന്ത്യൻ സേന കാര്യങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു.
അതിൽ ഇന്ത്യയുടെ നയതന്ത്രം അടയാളപ്പെടുത്തുന്നു കൂടിയുണ്ട്. പാക് പൗരന്മാരെയോ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയോ ആക്രമിച്ചിട്ടില്ലെന്നും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി പാകിസ്ഥാൻ പിൻബലത്തോടെ കഴിയുന്ന ഭീകരരുടെ 9 കേന്ദ്രങ്ങളാണ് തകർത്തതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളായ അജ്മൽ കസബും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും പരിശീലനം നേടിയ കേന്ദ്രങ്ങളടക്കമാണ് ഇന്ത്യ തകർത്തതെന്ന് സംയുക്ത സേന വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിലെ രാജ്യത്തെ ഉലച്ച ഹിമാൻഷിയുടെ ചിത്രത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരോടെ മറുപടി നൽകിയ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരണത്തിന് അയച്ചതും 2 കരുത്തരായ വനിതകളെ കൂടിയാണെന്നുള്ള കാര്യം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആഗോള ഭീകരരുടെ ആശ്രയമാണ് പാകിസ്ഥാനെന്നും 2008 ശേഷം നടന്ന ഏറ്റവും നിഷ്ഠൂരമായ സാധാരണക്കാർക്ക് നേർക്കുള്ള ആക്രമണമാണ് പഹൽഗാമിലേതെന്നും അതിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമാണെന്നും സൈന്യം ചൂണ്ടിക്കാണിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യ അനുവദിക്കില്ലെന്നും TRFനെ പോലെയുള്ള സംഘടനകളെ ലഷ്കറും ജെയ്ഷെ മുഹമ്മദും ഉപയോഗിക്കുകയാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കവേ സൈന്യം വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാനാണ് ഏറെക്കാലമായി സ്പോൺസർ ചെയ്യുന്നത്. നമ്മൾ നയതന്ത്രപരമായ നടപടികൾ ഏറെ കൈക്കൊണ്ടുവന്നു. പാകിസ്ഥാൻ അപ്പോഴെല്ലാം വിഷയം വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത്. ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുക എന്നത് പരമപ്രധാനമാണ്. തിരിച്ചടിക്കാനുള്ള അവകാശമാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്നും പഹൽഗാം ആക്രമണം നടന്ന 14 ദിവസമായിട്ടും പാകിസ്ഥാൻ അവരുടെ മണ്ണിലെ ഭീകരർക്കെതിരെ ഒരു നടപടി പോലും എടുത്തില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൂണ്ടിക്കാണിച്ചു. ഇതാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ നയമെന്ന് വ്യക്തമാക്കുകയായിരുന്നു രാജ്യം. ഭീകരതാവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അതിർത്തി കടന്ന് ഇനി ഭീകരർ ഇന്ത്യയിലേക്ക് വരാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും ലോകത്തോട് രാജ്യം വ്യക്തമാക്കിയിട്ടുണ്ട്.